എൻ്റെ ഡെയിലി റുട്ടീനിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയൊരു വീക്കായിരുന്നു ലാസ്റ്റ് വീക്ക്. ഈ രാവിലെ എഴുന്നേക്കലും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു 4:45 ഒക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റു. 5 ആകുമ്പം നടക്കാനിറങ്ങി. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാതെ ഇരുന്നുകൊണ്ടുള്ള വർക്ക് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ആൻഡ് മെൻ്റലി അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ലോണം ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ തോന്നി. അത് മാത്രമല്ല, ഒരു തരം മടുപ്പ് അല്ലെങ്കിൽ ഒരു തരം ലേസിനെസ് തനിയെ വരുന്ന പോലെ. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വർക്കിനെ നല്ലപോലെ ബാധിക്കുന്നു കണ്ടപ്പം അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ എന്ന് തന്നെ തോന്നി. അങ്ങനെ ഈ വീക്കിൽ മോർണിംഗിൽ വാക്കിങ്ങിനും ഈവനിങ്ങിൽ ജിമ്മിലും പോയി തുടങ്ങി. രാവിലെ എണീറ്റ് വരുന്നതിൻ്റെ ഒരു മടി അതൊഴിച്ച് കഴിഞ്ഞെങ്കിൽ ബാക്കി നടക്കാൻ പോകുന്നതായാലും രാവിലത്തെ ആ ഒരു സൺലൈറ്റ് കൊള്ളുന്നതായാലും നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്മോൾ ബ്രാൻഡ് റൺ ചെയ്യുന്ന കാര്യം. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഇൻകം എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഈ ഒരാഴ്ചയിൽ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. കൂടുതൽ ഓർഡേഴ്സ് വരുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് ചെയ്യാനൊന്നും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനുള്ളതൊന്നും സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ പോസ്റ്റിംഗ് ഒക്കെ അങ്ങനെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനതിനു വേണ്ടി കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തതും ഒക്കെ വെറുതെ ആവും. കാരണം ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് നോക്കുന്നത്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ ഗ്രോത്ത് ഉണ്ടാവൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് സ്ട്രെസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ഒരാഴ്ച ചെറുതായിട്ട് ബ്രേക്ക് എടുത്തു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തു വെച്ചു. അതിവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ സെല് ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ആക്സസറീസും ഡെക്കോർ ഐറ്റംസും അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഞാൻ കൂടുതലും സെല് ചെയ്യുന്നുള്ളത്. അതിൽ കൂടുതലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പല മാറ്റങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്ന വർക്കിൽ വരുത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈമും കൺസ്യൂം ചെയ്യുന്നുണ്ട് ഓരോ വർക്കും ചെയ്ത് തീർക്കാനായിട്ട്. ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ എനിക്ക് കുറേ സമയമെടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് റഷുള്ള ദിവസങ്ങളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പും ലഞ്ച് കഴിപ്പും ഒക്കെ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും. പാക്കിങ്ങിനായിട്ടുള്ള ബോക്സുകളൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ഈ ബോക്സിലൊക്കെ ലോഗോ സ്റ്റാമ്പ് ചെയ്തത് ചില സ്ഥലങ്ങളിൽ ഇങ്ക് പിടിക്കാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെ കുറച്ച് ബോക്സുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ സെറ്റ് ചെയ്യണം. ടേബിളിലാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം അവിടെ പാക്കിങ്ങുള്ള സ്ഥലമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാൻഡ് മെയ്ഡ് പീസസ് കുറേ സമയമെടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഓർഡേഴ്സ് അറ്റ് എ ടൈം എടുക്കാറില്ല. എനിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആ ഒരു അത്രയും കോൺഫിഡൻസ് ഉള്ള രീതിയിൽ മാത്രമേ ഞാൻ വർക്കുകൾ എടുക്കാറുള്ളൂ. ഈ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത നാച്ചുറൽ ക്ലേയിൽ ചെയ്ത കുറച്ച് പെൻഡൻസ് ആണ്. ഇതിനി കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇനി കുറച്ചുകൂടി ഐറ്റംസ് റെഡിയാക്കി എടുക്കണം സമയം കിട്ടുമ്പം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ബേക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ടൈം ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വീഡിയോ എടുക്കാൻ നോക്കാം. എനിക്ക് മുന്നേ വന്നിട്ടുള്ള കമൻസിൽ മനസ്സിലായത് കുറേ പേർക്ക് ക്ലേ ആർട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള അത്രയും ഐറ്റംസാണ് ഇതുവരെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ അടുത്തതായിട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇനീഷ്യലി ക്ലേ ജ്വല്ലറീസ് ആണ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് സെല് ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു രസത്തിന് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വെറുതെ ഒന്ന് ആങ്ക്ലെറ്റ്സ് ചെയ്ത്, അതായത് ഈ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ 1-2 ആങ്ക്ലെറ്റ്സ് ചെയ്തിട്ട് വീഡിയോ ചെയ്തു. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് ആങ്ക്ലെറ്റ്സിന് അത്രയും ഫാൻസ് ഉണ്ട് എന്നുള്ളത്. കുറേ അധികം ഓർഡേഴ്സ് വരുന്നതും ആങ്ക്ലെറ്റ്സിന് തന്നെയാണ്. എൻ്റെ അടുത്ത് വാങ്ങിയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആങ്ക്ലെറ്റ്സിൻ്റെ കാര്യം കുറേ പേര് വാങ്ങിയിട്ടുള്ളത് ഡാൻസേഴ്സ് ആയിട്ടുള്ളവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. ഈ ഹസ്ബൻഡ്സും ബോയ് ഫ്രണ്ട്സും അവരുടെ ഗേൾ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ അവരുടെ വൈഫിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുള്ള ഓർഡേഴ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സർപ്രൈസ് ചെയ്യുന്ന കാര്യം ഒക്കെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം. പാക്കിംഗ് ബോക്സ് റാപ്പ് ചെയ്യാനുള്ള പേപ്പേഴ്സാണ് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പാക്കിങ്ങിന് അത്രയധികം സമയം എടുക്കുന്നത്. ഈ ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള അത്രയും മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. കുറേ നേരം ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ട ഓർഡേഴ്സൊക്കെ ഇവിടെ പെൻഡിങ് ആയി പോകും. അങ്ങനെ അത്രയും നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി. കഴിക്കുന്ന ഫുഡൊക്കെ ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഈ ആഴ്ച തൊട്ട്. ഷുഗറി ഐറ്റംസ് കുറേ അധികം കഴിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റത്തിനായിട്ട് ഇന്ന് ഞാൻ സ്നാക്കിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ചും പിന്നെ ഷുഗർ ആഡ് ചെയ്യാത്ത ഒരു കോൾഡ് കോഫിയാണ്. ഞാനതിൽ കുറച്ച് ഹണി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷുഗർ കട്ടൊക്കെ ചെയ്ത് ഡയറ്റ് എടുത്തപ്പം ഈ ഒരു കോൾഡ് കോഫി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഇനി കുറച്ച് ഡിസ്പ്ലേ കാർഡ്സ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രൗൺ കളറിലുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എനിക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് എൻ്റെ ലോഗോ പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് വാങ്ങിക്കേണ്ടത് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് കേർവ് ചെയ്തെടുക്കാനുള്ള ഒരു കട്ടർ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കണം നെക്സ്റ്റ് ടൈം. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എന്തെങ്കിലും വീഡിയോസ് ഓൺ ആക്കിയിടും കേട്ടോ. അതാകുമ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ മടുപ്പ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഉറക്കം തൂങ്ങുന്ന പരിപാടി ഇല്ലാണ്ടാവാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. Have you and Tara decided what you're going to do with this scorched piece of earth?
അങ്ങനെ ഇപ്പം അത്യാവശ്യത്തിന് വേണ്ട അത്രയും ഡിസ്പ്ലേ കാർഡ്സ് റെഡിയാക്കി. ഇനി ഇതിലേക്ക് പഞ്ചിങ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹോൾസ് ഉണ്ടാക്കണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി സൈഡിൽ കത്രിക വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റായി. ഐറ്റംസ് ഒക്കെ വെച്ച് ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കൊറിയർ ബാഗിലേക്ക് ഇടാറ്. ഞാൻ ഈ പാക്കിങ്ങിനായിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് ആ പാക്ക് ഓപ്പൺ ചെയ്യുമ്പം അത്രയും സന്തോഷം കൊടുക്കാൻ പറ്റണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തിട്ട് പാക്കിങ് റാപ്പ് ചെയ്യാനും അതിലെന്തെങ്കിലുമൊക്കെ സ്മോൾ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാറ്. അത് കിട്ടുന്ന ആൾക്ക് എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. എനിക്കെന്തായാലും അങ്ങനെ റാപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ പാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഐറ്റം ആണെങ്കിൽ പോലും ആ റാപ്പ് ചെയ്ത പേപ്പേഴ്സൊക്കെ പൊട്ടിച്ച് ആ ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് ആ ഒരു ഐറ്റം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറ്. അത് എത്രത്തോളം എല്ലാവർക്കും ഒരുപോലെ തന്നെ വർക്ക് ആവണം എന്നില്ല. ഈ ഓർഡേഴ്സ് വരുന്നൊക്കെ ഞാൻ ആദ്യം ഗൂഗിൾ ഷീറ്റിലായിരുന്നു മാർക്ക് ചെയ്തുകൊണ്ടായിരുന്നത്. പിന്നെ അതെനിക്ക് അത്രയും കൺവീനിയൻ്റ് ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ നോട്ട്ബുക്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്യാറ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. എനിക്ക് പേഴ്സണലി അതെല്ലാവർക്കും അത് വർക്ക് ആവണമെന്നില്ല. കാരണം എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട വർക്ക്സാണ് കൂടുതലും വരാറ്. അപ്പം അങ്ങനെ ആകുമ്പം ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ്സ് വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ എനിക്ക് കുറച്ചും കൂടി എളുപ്പം നോട്ട്ബുക്സ് തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ എഴുതി വെക്കുന്നതായിരിക്കും എനിക്ക് കുറച്ചും കൂടി വിട്ടു പോകാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോട്ട്ബുക്ക് തന്നെയാണ് പ്രിഫർ ചെയ്യാറ് എൻ്റെ വർക്ക്സൊക്കെയും അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ ഓർഡേഴ്സൊക്കെയും മാർക്ക് ചെയ്ത് വെക്കാനായിട്ട്. വീഡിയോ ഇനിയും വലിച്ചു നീട്ടിക്കഴിഞ്ഞെങ്കിൽ കാണുന്ന നിങ്ങൾക്കും എഡിറ്റ് ചെയ്യുന്ന എനിക്കും ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.